നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണക്കാലത്ത് സമൃദ്ധമായി കണ്ടുവരുന്ന കൃഷ്ണകിരീടത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വെർബനേസിയ ഫാമിലിയിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്ലിറോഡെൻഡ്രം പാനിക്കുലേറ്റ. ഏകദേശം 3 മുതൽ 6 അടി വരെ ഉയരത്തിൽ കാണപ്പെടുന്ന നിത്യഹരിത അർദ്ധവൃക്ഷമാണ് കൃഷ്ണകിരീടം. ഇംഗ്ലീഷിൽ ഇതിനെ പെഗോഡ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതിൻ്റെ തണ്ടുകൾ ഇളം പ്രായത്തിൽ പച്ച നിറത്തിലും പാകമാകുമ്പോൾ പച്ച കലർന്ന തവിട്ട് നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ഇലകൾ വളരെ വീതിയിൽ ഹൃദയാകൃതിയിലായിരിക്കും കാണപ്പെടുക. ഇലത്തണ്ടുകൾ ഏകദേശം 10 മുതൽ 35 സെൻറ്റിമീറ്റർ വരെ നീളത്തിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ ഓരോ പൂക്കളും ചെറിയതാണെങ്കിൽ കൂടെ പൂക്കുലകൾ 45 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടാറുണ്ട്. ഒരു കൃഷ്ണൻ്റെ കിരീടം കണക്കെ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ കൃഷ്ണകിരീടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലുടനീളം തണലുള്ള പ്രദേശങ്ങളിലാണ് ഈ ചെടി കണ്ടുവരുന്നത്. ഓണപ്പൂക്കളിലും തൃക്കാക്കരി അപ്പൻ്റെ ശിരസിലും ഇത് ധാരാളം ഉപയോഗിച്ചു വരുന്നു. ഇളം ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലാണ് ഇതിൻ്റെ പുഷ്പങ്ങൾ. പൂഞ്ഞെട്ടിനും ചുവപ്പ് നിറം തന്നെയായിരിക്കും. ഹനുമാൻ കിരീടം, 6 മാസ ചെടി, പേരു എന്നീ പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. കൂടാതെ നാട്ടിൻപുറങ്ങളിൽ ഓട്ടോർവാഹിനി എന്നും ഇതിനെ വിളിക്കുന്നു. ജപ്പാനിലെ ദേവാലയ വാസ്തുമാതൃകയായ പെഗോഡയെ അനുസ്മരിപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിന് പെഗോഡ എന്ന പേര് ലഭിച്ചിരിക്കുന്നത്. കഷായ തിക്തരസമുള്ള ഇവയ്ക്ക് നിരവധി ഔഷധ ഗുണങ്ങളുമുണ്ട്. ആർത്തവ രോഗങ്ങൾക്കും മൂത്രസംബന്ധമായ രോഗങ്ങൾക്കും വാതരോഗങ്ങൾക്കും ഇത് കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇത് വ്യാപകമായി കൃഷി ചെയ്തു വരുന്നു. ഇന്ത്യ, മലേഷ്യ, ശ്രീലങ്ക, തെക്കൻ ഏഷ്യ എന്നിവയാണ് ഇതിൻ്റെ ഉദ്ഭവസ്ഥാനമായി കണക്കാക്കുന്നത്. എല്ലാ ഋതുക്കളിലും ഒരുപോലെ കാണപ്പെടുന്നു എന്നത് ഈ സസ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ മൂല്യങ്ങളെക്കുറിച്ച് നമ്മളോട് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ സംസാരിക്കും. ഈ പഗോഡ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അതിനെ ഈ കൃഷ്ണകിരീടം അല്ലെങ്കിൽ ഹനുമാൻ കിരീടം എന്നൊക്കെയാണ് പറയുക. അതിൻ്റെ ഉപയോഗം വളരെ ഗോപ്യമാണെന്നാണ് പറയുക. വളരെ അധികം ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഒരു ഫലപ്രദമായ ഉപയോഗം, ഇതിൻ്റെ ഈ പൂവ് ഇത് കഷായം വെച്ച് കഴിച്ചാൽ ഈ ആർത്തവ ശുദ്ധി ഉണ്ടാവും. അധികം രക്തം പോകുന്നതിനും നല്ലതാണ്. അധികം രക്തം പോവാതിരിക്കുന്നതിനും ഇത് ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് കഷായം വെച്ച് തേൻ ചേർത്ത് കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം, ഇതിൻ്റെ പൂവിട്ടിട്ട് വെളിച്ചെണ്ണ മൂപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ ഈ ശരീരത്തിൽ നിറം വയ്ക്കും. പ്രത്യേകിച്ച് ഈ മുഖത്ത് ഈ പാടുള്ള ആൾക്കാർക്ക് ഇത് ഇട്ട് മൂപ്പിച്ച് വെളിച്ചെണ്ണ തേച്ച് 10 മിനിറ്റ് മാസേജ് ചെയ്ത് കഴിഞ്ഞാൽ നിറം വയ്ക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം, ഇതിൻ്റെ ഈ ഇലയും ആ തണ്ടും കൂടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് ചൂടുക്കനങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ധാര ചെയ്ത് കഴിഞ്ഞാൽ ഈ മസ്കുലർ പെയിനും ഈ സന്ധിവേദനയും കുറഞ്ഞു കിട്ടും.